എന്തായിരുന്നു എക്സാം ഹാളിൽ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പ്രെഡിക്റ്റബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം. ഈ 10 വർഷം മാറ്റി നിർത്തിയ ബാക്കി 35 അപ്രോച്ചബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. എക്സാമിനേഷൻ എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണെങ്കിൽ അത് ടഫാണ്. ആദ്യമായിട്ട് കാണുന്ന കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് ലെവൽ 1 ലെവൽ 2 ലെവൽ 3 തിരിച്ചാൽ എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക? കാരണം ആദ്യം കണ്ട് 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് ടഫേ ഉണ്ടായിട്ടുള്ളൂ. പോകെ പോകെ ക്വസ്റ്റ്യൻ ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങി, മുറുകാൻ തുടങ്ങി. തന്നിരിക്കുന്ന സമയം കൊണ്ട് പരമാവധി എഴുതാന്നുള്ള സ്ഥലത്ത് വേറെ കുറെ ഫാക്ടേഴ്സും കൂടി ചെക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. ബുക്ക്ലെറ്റ് പൊട്ടിച്ച് ബയോളജി ഇങ്ങനെ തുടങ്ങുന്ന കുട്ടി പ്രതീക്ഷിക്കുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അല്ല അതിൽ കാണുന്നത്. ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമും അതിനകത്തുള്ള ടൈം ലോസും സാധനങ്ങളും ഭയങ്കര വലിയ ഫാക്ടറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഡയറക്റ്റ് NCERT ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ലോണം അതിലൊക്കെ നോക്കി ചെയ്യുമ്പോൾ അത് NCERT അല്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് റിവെഞ്ച് എടുത്തിട്ടുണ്ടോ ഈ വർഷം ശരിക്കും കുട്ടികളുടെ? നമ്മൾ നോക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതൊന്നും പഠിക്കേണ്ട മക്കളെ, ഇത് വരില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അങ്ങനത്തെ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഡോക്ടർ ആകുമ്പോൾ കുട്ടീനെ മെഷർ ചെയ്യുന്നത് ഒരു നീതിയാണോ ശരിക്കും? ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതെങ്കിൽ അത് ശുദ്ധ തമ്മാടത്തിലാണ്. ഈ ട്രോമയൊക്കെ മാനേജ് ചെയ്യാൻ കുട്ടികൾ ബാധ്യസ്ഥരാണോ അതോ ഈ ട്രോമ വരുത്താതിരിക്കാൻ NTA ബാധ്യസ്ഥരാണോ? NTA അലോട്ടഡ് ടൈം 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ. ഇതിലെ പല ക്വസ്റ്റ്യനും 1 മിനിറ്റ് തീരില്ല. നീറ്റ് 2025 എക്സാമിന്റെ അനാലിസിസ് ഒക്കെ പല രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് പഠിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഈ വർഷത്തെ എക്സാമിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ആയിട്ട് അതിന്റെ വിശദമായിട്ടുള്ള ആസ്പെക്ട്സിലേക്ക്, ഫിസിക്സിലേക്ക്, കെമിസ്ട്രിയിലെ, ബയോളജിയിലെ ഓവറോൾ സാധനങ്ങൾ ഇനി എങ്ങനെയാണ് നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഒന്ന് വിശദമായിട്ട് നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ റൗണ്ട് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഡോപ്പയുടെ ഫാക്കൽറ്റി പോഡ്കാസ്റ്റുകളിലെ പല എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. സോ വൺസ് അഗൈൻ ഐ എം ജസ്റ്റ് വെൽക്കമിങ് യു ടു ഡോപ്പ പോഡ്കാസ്റ്റ്. ആൻഡ് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നീറ്റ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ടുള്ള പഠനവും അലോട്ട്മെന്റും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ആദ്യം ആലോചിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് തിങ്. സോ അഷ്റഫ് സാർ, ആക്ച്വലി എന്തായിരുന്നു നമ്മുടെ നീറ്റ് 2025 ഒരു ഓവറോൾ അഭിപ്രായം? എനിക്കറിയാം സാർ കെമിസ്ട്രി ആണെന്നുള്ള കാര്യം, പക്ഷേ കെമിസ്ട്രിനേക്കാളും കുട്ടികളെ അത് എത്രത്തോളം അഫക്ട് ചെയ്തു? എന്തുകൊണ്ടാണ് കുട്ടികളുടെ സ്കോർ നമുക്കറിയാലോ 500 താഴേക്കൊക്കെ സ്കോർ കുറേയധികം ആളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് ഹാപ്പനിങ് റിയലി? അതായത് 2025 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നെയ്റ്റിന്റെ ചരിത്രത്തില് കഴിഞ്ഞ 10 കൊല്ലത്തെ പേപ്പർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്ത ഏറ്റവും ടഫർ ആയിരുന്നു ഈ വർഷത്തെ പേപ്പർ. അത് ഞാൻ ഫിസിക്സിന്റെ അധ്യാപനമല്ലെങ്കിലും കൂടുതൽ കുഴക്കിയത് കുട്ടികളെ ഫിസിക്സ് ആണ്. ബയോളജി സാധാരണ ഏറ്റവും ഈസി എന്ന് പറയുന്ന ബയോളജി ഈ പ്രാവശ്യം വളരെ ലെങ്തി ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റും ആക്കിയിട്ട് കുറെ ടൈം കൺസ്യൂമിങ് ആയി. എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. ഫിസിക്സിനേക്കാൾ എളുപ്പവും എന്നാൽ ബയോളജിനേക്കാൾ കുറച്ച് ടഫ് ആയിരുന്ന കെമിസ്ട്രിയിലും കുട്ടികൾ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓവറോൾ ഈ വർഷത്തെ നീറ്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ ഒരു ഫൈനൽ ആൻസറിൽ എത്താൻ കുറെ കൂടുതൽ സമയം എടുത്തു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്റെ ഒരു തോട്ടാണ്. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഡിവൈഡ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പം ഫിസിക്സിന്റെ അധ്യാപകർ നമുക്ക് തന്നത് 10 ലെവൽ 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 14 എണ്ണവും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ലെവൽ 2 എന്നുള്ള രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 10 ക്വസ്റ്റ്യൻസ് മാത്രം ലെവൽ 3 വന്നു എന്ന് പറയുമ്പോഴും ഫിസിക്സ് ഭയങ്കര ടഫായിട്ടാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്തത്. അത് ശരിക്കും അത് ആക്ച്വലി അങ്ങനെ തന്നെ ഉണ്ട്. നമുക്ക് ഈ 10 വർഷം മാറ്റി നിർത്തിയ ബാക്കി 35 അപ്രോച്ചബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അപ്രോച്ചബിൾ ആയിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് ഇതില് ഒരു നമ്മൾ ആകെ കാണുന്നത് എക്സാമിനേഷൻ എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണെങ്കിൽ അത് ടഫാണ്. ഞാൻ പറയുന്നത് പുറത്തുനിന്ന് ഒരു കുട്ടി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ലെവൽ 2 എന്നുള്ള രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് സമയം 4-5 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്മൂത്തായി ചെയ്യാൻ പറ്റിയാണ്. അതായത് വളരെ സിമ്പിൾ സാധനം. ഇപ്പോൾ ഒരു വളരെ സിമ്പിൾ ഡയറക്റ്റ് y = x² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ ആ എക്സ് കൊടുക്കുന്നത് ഒരിക്കലും ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 2.3456 സ്ക്വയർ എടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ലെവൽ 3 കാറ്റഗറിയിലേക്ക് തിരിച്ചിട്ടില്ല. അതിനെ കൂടി ലെവൽ 3 കാറ്റഗറിയിലേക്ക് തിരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലെവൽ 3 നന്നായി കൂടിയാനെ. എത്ര ലെവൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും?
അങ്ങനെ ലെവൽ 3 പോവുകയാണെങ്കിൽ നമുക്കൊരു 20 ക്വസ്റ്റൻസിന് അടുത്ത് ഏകദേശം 20 question ഓ, level sure 3 ആയിട്ടും തന്നെ വരുമായിരുന്നു സമയം പിടിക്കുന്നത്. സമയം പിടിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ ഈ പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലുള്ള ക്വസ്റ്റൻസ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനക്കെട്ടാ കിട്ടും. പക്ഷെ ഈ മെനക്കെടുന്ന സമയത്ത് പോകുന്ന സമയങ്ങള് കുട്ടിയുടെ ഒരു എന്താ പറയാ ധൈര്യം, ശക്തി, മാനസികമായിട്ട് അതൊക്കെ ഭയങ്കര ഡ്രെയിൻ ചെയ്ത് പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സോ ഈ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എന്നുള്ള സാധനം തിരിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെ ലെവൽ 1 ആരുടെ ലെവൽ 2 എന്നുള്ള സാധനവും. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സാറ് എത്രാമത്തെ പ്രാവശ്യം സാറ് ഇപ്പോൾ ഈ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നത്? ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് ലെവൽ 1 ലെവൽ 2 ലെവൽ 3 തിരിച്ചാൽ എന്തായിരിക്കും എനിക്ക് ഫീൽ ഉണ്ടാവുക? അതങ്ങനെ ഞാൻ പേഴ്സണലി തിരിച്ചു നോക്കിയില്ല. കാരണം ആദ്യമായിട്ട് ഞാനിത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റീൽസിലൊക്കെ ഞാൻ പെട്ടെന്ന് ഇത് ഭയങ്കര ലെവലാണ്, ഓവർ ഹൈ ലെവലാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പൊടിക്ക് ടഫ് എന്നായിരുന്നു. കാരണം ആദ്യം കണ്ട 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് ടഫേ ഉണ്ടായിട്ടുള്ളൂ. പോകെ പോകെ ക്വസ്റ്റ്യൻ ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങി, മുറുകാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ചെയ്യുന്നത് ആസ് എ ടീച്ചറാണ്. കാരണം അത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആസ് എ ടീച്ചറാണ്. പിന്നെ ആസ് എ സ്റ്റുഡന്റ് നമ്മൾ നോക്കുമ്പോഴാണ് ഈ സാധനത്തിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ഈ ലെവൽ 3 എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റുഡന്റിനെ വെച്ച് നോക്കുമ്പോഴാണ് ഈ 20 എന്നൊക്കെ പറയുന്നത് വലിയൊരു നമ്പറായിട്ട്. ഇനീഷ്യലി നമുക്ക് അത്ര തോന്നിയിട്ടില്ല അങ്ങനെ ഭയങ്കര. ശരിക്കും ഇത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശിവലി സാർ ആക്ച്വലി അത് അവിടെ നമ്മൾ ശരിക്കും നോളജ് മാത്രമാണോ ചെക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് എല്ലാം അറിയാം, ഫിസിക്സ് മൊത്തം അറിയാം, കെമിസ്ട്രി മൊത്തം അറിയാം, ബയോളജി മൊത്തം അറിയാം. പക്ഷേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സമയം കൊണ്ട് പരമാവധി എഴുതാന്നുള്ളൊരു സ്ഥലത്ത് വേറെ കുറേ ഫാക്ടേഴ്സും കൂടി ചെക്ക്ഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുക, ഡെസിഷൻ മേക്കിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു ബയോളജി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 95% കുട്ടികൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജിയാണ്. അപ്പൊ ഈ ബുക്ക്ലെറ്റ് പൊട്ടിച്ച് ബയോളജി ഇങ്ങനെ തുടങ്ങുന്ന കുട്ടി പ്രതീക്ഷിക്കുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അല്ല അതിൽ കാണുന്നത്. ഒന്ന് കുറെ സ്റ്റേറ്റ്മെന്റ്, എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ്മെന്റ് അസേർഷൻ റീസണിംഗ് കുറെ ആന്റിസിപ്പേറ്റഡ് ആണ്. 2022 മുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ സ്റ്റേറ്റ്മെന്റിന്റെ അസേർഷൻ റീസണിന്റെ എണ്ണം കൂടി ഒന്ന്. പിന്നെ നമ്പർ 2, ഇതിൽ ഓർഡറിലാക്കാനൊക്കെ ഉള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പല ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചോദിച്ചു, ബ്രയോഫൈറ്റ്സിനും ചോദിച്ചു, ലൈഫ് സൈക്കിൾ. അത് കുറച്ച് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ, നല്ല ട്രിക്കി ചോദ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അസേർഷൻ റീസണിങ് അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബോട്ടണിയിൽ വേറെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2 ഏകദേശം ഔട്ട് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ബോട്ടണിയിൽ പറയുകയാണെങ്കിൽ മറ്റേ ടെപ്പീറ്റം റിലേറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അസേർഷൻ അതിൽ കറക്റ്റ് ആയിരുന്നു, പക്ഷെ റീസൺ വരുന്നത് ഔട്ട്സൈഡ് ഇൻസൈഡ് ആണ്. അപ്പോൾ ഈ ടെപ്പീറ്റം വായിക്കുന്ന കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഇത് ഔട്ടാണോ ശരിക്കും ഞാൻ കാണാത്ത ഏരിയ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ 2018-19 ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുന്നേ നല്ല ടൈറ്റ് ആയ പേപ്പർ 2018 ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ 2018 ബയോളജിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബയോളജി എങ്ങനെ ടൈറ്റ് ആയി എന്ന് ചോദിച്ചാൽ ഔട്ട് ഓഫ് ദ ചോദിച്ചിട്ടാണ്. ഇപ്പൊ കുട്ടിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് വിച്ച് ഓഫ് ദ ഓട്ടോ നോട്ട് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. സോറിയാസിസ് വീട്ടിൽ കുട്ടിക്കറിയാം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഔട്ടാണ്, ഇത് റൗണ്ട് ചെയ്തിട്ട് അടുത്തേക്ക് പോകണമെന്ന് കുട്ടിക്കറിയാം. പക്ഷെ ഇവിടെ ഒന്ന് ടപ്പീറ്റ്, അത് മാത്രമല്ല നമ്മളെ ഫിഗ് ഫ്രൂട്ടിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് എൻസൈഡിൽ ഫിഗ് ഫ്രൂട്ടും വാസ്പും തമ്മിൽ അസോസിയേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം പെർഫെക്റ്റ്ലി ഔട്ടാണ്. അപ്പൊ കുട്ടിക്ക് ഇത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമും അതിനകത്തുള്ള ടൈം ലോസും സാധനങ്ങളും ഭയങ്കര വലിയ ഫാക്ടർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇതേ സാധനം തന്നെ കെമിസ്ട്രിക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സാധനത്തിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് അറിയാൻ പാടില്ലാത്ത രൂപത്തിലാണെന്നുള്ള രൂപത്തിൽ ചെറിയ ട്വിസ്റ്റോട് കൂടി അവതരിപ്പിക്കുന്ന സമയത്ത് ഇത് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ക്വസ്റ്റ്യൻ കാണുമ്പോഴേ കുട്ടികൾ അതിന്റെ പെരിഫറൽ നോക്കുമ്പോൾ അവർ പഠിച്ച സംഭവം തന്നെയാണ്, പക്ഷെ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ സംഗതി കുറച്ച് മാറി എന്നുള്ള രൂപത്തിലേക്ക് ഡയറക്റ്റ് NCERT ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നല്ലോണം അതിലൊക്കെ നോക്കി ചെയ്യുമ്പോൾ അത് NCERT അല്ല എന്നൊരു ഫീൽ തോന്നുന്ന അത്യാവശ്യം അവർ പണിയെടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണ്. എനിക്ക് ഇതിനകത്ത് ഒരു ആക്ഷേപമുള്ള എന്താന്ന് വെച്ചാൽ എനിക്ക് റിവെഞ്ച് എടുത്തിട്ടുണ്ടോ ഈ വർഷം ശരിക്കും കുട്ടികളോട് ഹൈ സ്കോറിംഗ് എക്സാം ആണ് എന്നുള്ളൊരു പഴി കേട്ടിട്ടുണ്ട്. ഹൈ സ്കോറിംഗ് എക്സാം, അപ്പൊ എന്തായാലും കുട്ടികളെ ഒരുപാട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പണി എടുത്തു. ഇപ്പൊ ബയോളജി വിത്ത് റെസ്പെക്ട് പറയുകയാണെങ്കിൽ തീരെ നോക്കാത്ത, ഇപ്പൊ ഉദാഹരണത്തിന് റിഡക്ഷനിസ്റ്റ് ബയോളജിന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മള് ഇൻട്രൊഡക്ഷൻ പാർട്ടില് സംഭവം ഒരു
ഇൻവെർട്ടഡ് കോമിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ തീരെ നമ്മൾ നോക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ശരിക്കും എനിക്ക് ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ പ്രാവശ്യം കോപ്പിയടി സംബന്ധമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയെ കുറെ പഴി കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതി നേരിട്ട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേർക്ക് ഫുൾ മാർക്ക് കിട്ടാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പരീക്ഷയാണ് നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ഇത്തവണ അങ്ങനെ ഒരുത്തരും ഫുൾ മാർക്ക് എടുക്കണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പിന്നെ കെമിസ്ട്രിയിലൊക്കെ JEE അഡ്വാൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണം. അഡ്വാൻസിൽ അപ്പൊ എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യനിലെ 48 എന്ന ക്വസ്റ്റ്യന് നമ്പർ 48 ഇതിനു മുമ്പ് 2-3 തവണ JEE അഡ്വാൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. അത് ഇങ്ങോട്ട് എഴുതിയതാണ്. ഐസോമേഴ്സിന്റെ നമ്പേഴ്സ് കാണാൻ. അത് സ്ട്രക്ചറലും ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. അത് ചോദിച്ച സൈക്ലിക് ഈതറാണ്. സൈക്ലിക് ഈതറിന്റെ ഐസോമേഴ്സിന്റെ നമ്പർ ഒന്നും NCERT ബുക്കിൽ അങ്ങനെ വരച്ച് കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഐസോമർ എന്താണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കൂടുതൽ അപ്ലൈ ചെയ്ത് പോകണമെന്നുള്ളത്. സാർ എന്റെ ഒരു ജെനുവിൻ ഡൗട്ടാണ് ആക്ച്വലി കുട്ടികളോട് ഇത് ചെയ്തത് നീതിയാവും എന്നുള്ളത്. കാരണം കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് NCERT എന്നുള്ളത് മാത്രമേ വരുള്ളൂ. എസ്പെഷ്യലി ഈ IIT അഡ്വാൻസ്ഡ് പോലെ ചോദിക്കുന്ന പോലത്തെ മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടുതലുള്ള ചോദ്യങ്ങൾ. സാർ തന്നെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇത് ഇങ്ങനത്തെ IIT അഡ്വാൻസ്ഡ് ചോദിക്കും നമ്മൾ കുട്ടികളോട് പറയാറുള്ള സാധനമാണ്, ഇതൊന്നും പഠിക്കേണ്ട മക്കളെ ഇത് വരില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഡോക്ടർ ആകുമ്പോൾ കുട്ടീനെ മെഷർ ചെയ്യുന്നത് ഒരു നീതിയാണോ ശരിക്കും? അല്ല, ഇതില് എൻ്റെ ഒരു അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞാല് NTA ചെയ്തത് ഇത് ഒരു ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയലിനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതെങ്കിൽ അത് ശുദ്ധ തമ്മാടത്തിലാണ്. ആൻഡ് ഓൾസോ അത് ആരാണോ അത് ചെയ്തത് അല്ലെങ്കിൽ ആരാണോ അതിൽ ഭാഗവാക്കായിട്ടുള്ളത് അവർ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കാരണം 22 ലക്ഷം കുട്ടികളുടെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതല്ല, ഇവർ വളരെ ജെനുവിൻ ആയിട്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അത് അവർ ഇന്റൻഷനലി ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആരും അറിയാത്ത രീതിയിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇതില് നമുക്ക് നീതികേടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫിസിക്സിലൊരു മൈൻഡ് ഗെയിമാണ്, ഏതിലൊരു മൈൻഡ് ഗെയിമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം, ഇത് പ്രശ്നക്കാരനായ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, ഇതിന്റെ ഒരു എന്താ പറയാ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഇതെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി. എന്തായാലും MBBS കയറുന്ന ഒരു കുട്ടിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഒരു ബേസിക് ആയിട്ട് വരേണ്ട സാധനമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ആയത്, ഒരു സംശയമില്ല. കാരണം 670 മാർക്ക് കിട്ടിയിട്ട് MBBS കിട്ടിയാലും 520 കിട്ടിയ MBBS കിട്ടിയാലും ആ MBBS ഒരേ MBBS ആണല്ലോ കിട്ടുന്നത്. അതൊരു കുഴപ്പമില്ല. ശരിക്കും അത് റാങ്ക് അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ കണ്ട ആക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ കിടക്കുന്ന കുറേ ട്വീറ്റുകളുണ്ട്. ആക്ച്വലി ഒരു ഡോക്ടർ ആവാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ മാത്തമാറ്റിക്കൽ ബുദ്ധി വെച്ചിട്ട് അളക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തിനാണ് ഇത്രയധികം സാധനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? അത് കുറച്ചും കൂടി ഇത് ദേ ആർ ഡിസ്കസിങ് അബൌട്ട് എ മെന്റൽ ട്രോമ. അതായത് കുട്ടികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഫുൾ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇനീഷ്യലി കൊടുക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. ഈ സാധനം ഇത് ഫുള്ള് കിട്ടുന്നില്ലല്ലോ, ഒരു 10 ചോദ്യം തെറ്റി പോകുമ്പോഴല്ലേ അങ്ങനത്തെ ആ ഒരു സാധനം ശരിക്കും കുട്ടികളെ എന്തായിരുന്നു എക്സാം ഹാളിൽ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവും? എന്താണെന്ന് വെച്ചാൽ പ്രെഡിക്റ്റബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം. പ്രതീക്ഷകത്ത് വന്നില്ല. അതായത് ഇപ്പൊ 2020, 2021, 2022 അതായത് കോവിഡിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഒരു പ്രീ കോവിഡ് എറയിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന വർഷങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ശരിക്കും പ്രെഡിക്റ്റബിൾ അല്ലാത്തതാണ് ഈ വൺ ഓഫ് ദ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊരു ശരിക്കും കോച്ചിങ്ങിന്റെ ഫെയിലിയർ ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ള കോച്ചിങ്ങിന്റെ ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചാല് നമ്മളൊരു 3-4 കൊല്ലത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരൂ എന്ന് അങ്ങ് കുട്ടികളും ധരിച്ചു വെച്ചിട്ടുണ്ട്. ടു സം എക്സ്റ്റെന്റ് ഫാക്കൽറ്റീസും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിലൊക്കെ പോവുള്ളൂ. പക്ഷെ കുറച്ചുകൂടിയൊക്കെ എന്താ പറയാ സൂക്ഷ്മതയോടുകൂടി വിലയിരുത്തുന്ന ആളുകൾ കഴിഞ്ഞ കൊല്ലം സുപ്രീം കോടതി വരെ കയറിയിട്ട് NDAക്ക് വയറു നിറയെ ആക്ഷേപം കേട്ട സ്ഥിതിക്ക് ഈ വർഷം സംഗതി കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചതാണ് മെജോറിറ്റി ഫാക്കൽറ്റീസും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിധിവരെ ചില കുട്ടികളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നമ്മുടെ ഡോപ്പലത്തെ ടെസ്റ്റ് സീരീസുകളോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റ് സീരീസുകൾ എഴുതുന്ന കുട്ടികളുടെ അടുത്താണെങ്കിലും കുട്ടികൾ ചോദിക്കും, സാർ ഇതൊക്കെ ചോദിക്കുമോ സാറേ, ഇത്രയും വലിയ ക്വസ്റ്റൻ ഒക്കെ വേണോ സാറേ? നമ്മൾ നീറ്റ് ഗാല എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നീറ്റ് ഗാലയുടെ ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ ഡൗട്ടായിട്ട് ചോദിച്ചാൽ സാർ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമോ എന്നാണ് ചോദിച്ചത്. അന്നേരത്തെ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ റിപ്ലൈ എന്ന് വെച്ചാൽ ഇല്ലടാ ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്നുള്ളത്. അപ്പോൾ വെച്ചാൽ ടഫ് ക്വസ്റ്റൻ ഇട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ കുട്ടികളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ടഫ് വരില്ലായിരിക്കും എന്നുള്ള രൂപത്തിലായിരുന്നു. അത് ആക്ച്വലി എന്തായിരുന്നു ആ ഒരു നമ്മളെ ആ ഒരു കമന്റിനെ പറ്റിയിട്ടുള്ള ഒരു തോട്ട്? അല്ല,
ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അതായത് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ റീലാണ് അതിൽ സംശയമൊന്നുമില്ല. അതിലിപ്പോ പക്ഷെ അത് ആ റീൽസ് ഇട്ട സമയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാം അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ഏകദേശം ഒരു 10, 15, 20 ദിവസം മുമ്പ് ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ മെന്റലി നമ്മൾ ഡൗൺ ആക്കാതെ നോക്കുക എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഒരു കുട്ടിയോട് 15 ദിവസം ബാക്കി നിൽക്കെ മക്കളെ JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാ വരാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പം കരുതിയിരുന്നു എന്ന് പറഞ്ഞാല് ഈ കേൾക്കുന്നവന്റെ പകുതി ആൾക്കാർ എക്സാം പോലും എഴുതൂല. അതാണ്. അപ്പൊ നമ്മള് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെ ഫസ്റ്റ് 6 months or 8 months നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയാം, നമ്മളിപ്പോ ഡോപ്പയിലൂടെ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ അതൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങളാണ്. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളെപ്പോഴും ഒരു ബെഞ്ച് മാർക്ക് വെക്കുന്നത് JEE മെയിൻസിന്റെ ഏപ്രിലെ ഷിഫ്റ്റ് ആണ്. അതായത് ഏപ്രിലെ ഷിഫ്റ്റ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പൊ ഏപ്രിലെ ഷിഫ്റ്റ് കാരണം നമ്മുടെ അനാലിസിസിൽ തെറ്റില്ല. കാരണം 25 ക്വസ്റ്റ്യൻ ആണ് ഒരു സബ്ജക്റ്റിന് JEE മെയിൻസിന്. അതിന് 1 മണിക്കൂർ ഓൺ ആൻ ആവറേജ് ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട് JEE മെയിൻസിന്. 25 ക്വസ്റ്റ്യൻ 1 hour. അപ്പോൾ ഓൾമോസ്റ്റ് 2.something minutes ഏകദേശം ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നീറ്റിന് എക്സാക്ട്ലി ഡിറ്റോ ക്വസ്റ്റ്യൻ വന്നാൽ പോലും കുട്ടിക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ നമ്മള് ഇതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വേറെ ഓർഗനൈസേഷൻ അല്ല നടത്തുന്നത്, രണ്ടും NTA നടത്തുന്നത്. സോ ഒരേ NTA നടത്തുന്ന ഒരു എക്സാമിനേഷനിൽ 45 minutes 45 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ 1 hour ക്വസ്റ്റ്യൻ എക്സാമും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടഫായിട്ട് വരേണ്ടത് 25 ക്വസ്റ്റ്യൻ 1 hour എക്സാമിനേഷൻ തന്നെയാണ്. അപ്പൊ അത് വെച്ച് ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ചെറിയൊരു വയലേഷൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ വയലേഷൻ വന്നത് എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് തന്നെ 80 മാർക്ക് ഫിസിക്സിന് കിട്ടുന്ന ഒരു കുട്ടി നല്ല സ്കോറാ ചെയ്തിരിക്കുന്നത്. 80 കിട്ടിയ നല്ല മാർക്ക്. ബയോളജിയിൽ സേവ് ചെയ്യാന്ന് വിചാരിച്ച് 45 മിനിറ്റ്സിനുള്ളിലാണ് സാധാരണ കുട്ടികൾ ബയോളജി തീരാതെ 1 hour ആയിട്ട് പോലും ബയോളജി തീരാത്ത അവസ്ഥയെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു 3 ആൾക്കാർ ഏതെങ്കിലും ഒരു ഗൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പർട്ടിക്കുലർലി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത പോലെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനങ്ങളോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഫിസിക്സിൽ ഉണ്ട്, പക്ഷെ അതിന് പ്രീവിയസ് ഒക്കെയാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാക്ട്ലി അതേ ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ മാറ്റിട്ട് തന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അതാണ് പിള്ളേർ ഏറ്റവും കൂടുതൽ ടഫായി ചെയ്ത ക്വസ്റ്റ്യൻ. അതാണ് അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ NCERTയിലെ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇത് അപ്രോച്ചബിൾ ആണ് എന്നൊരു ഫീൽ വന്നിട്ട് കുറച്ചധികം ടൈം അതിനകത്തേക്ക് കമ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബയോളജിയിൽ NCERT ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ കയറി മുറിച്ചിട്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇപ്പൊ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മുടെ ട്വിന്നിങ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCERTയിൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഐഡന്റിക്കൽ ട്വിൻസും ഫ്രക്ടൈൽ ട്വിൻസും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് ആ ക്വസ്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാനത് വിശദമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ഫ്രക്ടൈൽ ട്വിൻസ് എന്നുള്ള ആൻസർ അവിടെ നമ്മൾ ഔട്ട് ഓഫ് NCERT ആണെങ്കിലും അതിന്റെ ബാക്കി 3 ഓപ്ഷൻ നമുക്ക് NCERTയുടെ നോളജ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന ഇങ്ങനത്തെ സ്ട്രാറ്റജിക്കൽ മൂവുകൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ബേസിക്കലി ഇപ്പോൾ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. RNAയുടെയും DNAയുടെയും വേൾഡ് RNA വേൾഡ് DNA വേൾഡ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് 4 സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് 4 സ്റ്റേറ്റ്മെന്റും മൊത്തത്തിൽ 8 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. 2 കോപ്പി പേസ്റ്റ് ആണ് NCERT. അപ്പൊ NCERT നല്ല ധാരണയിൽ വായിച്ച കുട്ടിക്ക് ഇത് വായിക്കുമ്പോൾ ഓക്കെ ഇത് NCERT ആണ് ശരിയാണ്, ഇത് NCERT ആണ് തെറ്റാണ്. പക്ഷെ ഇത് NCERT വായിച്ചപ്പോൾ ഇപ്പോൾ സാധാരണ ഇതിൽ കുട്ടികൾ ആൾക്കാർ പറയാറുണ്ട് മക്കളെ ജനറ്റിക്സ് ഒന്നും NCERT വായിക്കണ്ട, കാരണം അത് വായിച്ച കുറച്ച് പാടാണ്. ഇത് ജനറ്റിക്സ് NCERT വായിക്കണമെങ്കിൽ ആദ്യം ജനറ്റിക്സ് പഠിക്കണം, എന്നിട്ട് വായിച്ചെങ്കിൽ ഈ സാധനം മനസ്സിലാവുള്ളൂ. വായിച്ചു പിടിക്കാൻ പറ്റില്ലാത്തൊരു സാധനം. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് അതൊരു എനിക്ക് തോന്നിയത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചിലത്. ഇപ്പോൾ സുവോളജിയിൽ ഇപ്പോൾ ഒരു കാർഡിയാക് റെഗുലേഷന്റെ ഭാഗമായിട്ടുള്ള ഏതൊക്കെ ഹോർമോൺസ് അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള സാധനത്തിൽ വരില്ല എന്നുള്ള ഡൗട്ട് അതിൽ വരുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ NCERTനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഔട്ട് ഓഫ് സിലബസ് സാധനങ്ങൾ അങ്ങനെ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കുട്ടികൾക്ക് ബോണസ് കിട്ടാനുള്ള സാധ്യത. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 56. ഇതിലെ മിനിമം അയോണിക് കണ്ടക്ടിവിറ്റി ഉള്ള കോമ്പൗണ്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അയോൺസിന്റെ നമ്പർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ശരിക്കും 2 എണ്ണം ഒരേപോലെ വരുന്നുണ്ട്. അപ്പൊ അതൊരു ബോണസ് ആവാനുള്ള സാധ്യത ക്യാൻസൽ ആവാനോ മറ്റു സാധനങ്ങളിൽ ഉത്തരം ഫിസിക്സിൽ ഒരു ഫ്ലൂയിഡിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷേ ഇതില്ലേ ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ കുട്ടിക്ക് വിടാം.
കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ആ ഓപ്ഷൻ കാണുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇക്വേഷൻ നോർമലായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് അപ്രോച്ചബിൾ അല്ല. അതേ ക്വസ്റ്റ്യൻ അതേപോലെ ചെയ്ത കുട്ടിക്ക് മേ ബി ആ കണ്ട സാധനം കുത്താൻ പറ്റുമായിരിക്കാം അത് കണ്ടിട്ടുണ്ടെങ്കിൽ, അതല്ലാണ്ട് ഇല്ലാതെ 100%. അപ്പൊ അപ്രോച്ചബിൾ ഒന്നും അല്ല ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിടാം. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നൊരു കാര്യം അതിന്റെ ജനറൽ ഇക്വേഷൻ ഒന്നും ആരും പഠിക്കാത്ത സാധനം നീറ്റിന്റെ. പിന്നെ മാത്രമല്ല ഇതിലൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നീറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർ എന്തായാലും NTA CBSE എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ CBSE സിലബസിൽ തന്നെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോ മാത്രം പഠിക്കുന്ന മാത്സ് പഠിക്കാത്തൊരു കൂട്ടം കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളെ കാണണമല്ലോ, അല്ലെങ്കിൽ അത്തരം സിലബസ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കൂടി കാണുകയാണെങ്കിൽ അവർക്ക് മാത്തമാറ്റിക്കലി ഓവർ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലാതെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ചലഞ്ചിങ്ങും ഇല്ലാണ്ട് എക്സാമിനേഷൻ ടഫാക്കാൻ പറ്റുമല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത് ഈ നീറ്റ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികള് ദയവ് ചെയ്ത് മാത്സ് ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ എനിക്ക് മാത്സിനോടുള്ള വെറുപ്പുണ്ട്. മെഡിക്കൽ എടുക്കാം, നീറ്റ് എടുക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് മെഡിക്കൽ എടുക്കണമെങ്കിൽ മാത്സിന്റെ ഒരു ആവശ്യം അല്ല. അത് ട്രിഗണോമെട്രിയും അതേപോലെ കാൽക്കുലസ് ഒക്കെ ഒരു മിനിമം നോളജ് ഉള്ള കുട്ടിക്ക് എന്നാലേ ഫിസിക്സിലെ പ്രോബ്ലം. VHSC പഠിച്ചിട്ട് വരുന്ന കുട്ടികളെ കാണാറുണ്ട് എല്ലാ വർഷത്തിലും. അങ്ങനത്തെ കുറെ അധികം കുട്ടികളെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് തോന്നുന്നു ഒരു മാത്തമാറ്റിക്കൽ ബുദ്ധി വേണമെന്നുള്ളതാണ്. മാത്സ് വേണമെന്നുള്ളതിനേക്കാളും കുറച്ചൊക്കെ ഇങ്ങനെ ഈ കുറെ സയൻസും സിംറ്റംസും കുറെ ഡാറ്റ ആണല്ലോ ബേസിക്കലി. ഇപ്പോൾ ഒരാൾ ചുമയാണ്, പനിയാണ്, ജലദോഷമാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ഞ കളറുണ്ടോ, നിറമുണ്ടോ, മണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൂടുതൽ ഡാറ്റ എടുത്തിട്ട് ഡാറ്റ എല്ലാം കൂടി ഡിഡക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഡയഗ്നോസിലേക്ക് എത്തുന്നുണ്ടാവുക. അത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ ബുദ്ധി തന്നെയാണ്. ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടത് തന്നെയാണ്. ഇനി വരുന്ന കാലം ആക്ച്വലി മെഡിക്കൽ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇന്റഗ്രേറ്റഡ് ആണല്ലോ എല്ലാം. ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആണല്ലോ മെഡിക്കൽ ഫീൽഡ് മൊത്തത്തില് ഇനി വരാൻ പോകുന്നത് കാലം. അപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബുദ്ധി ഉള്ളത് നല്ലത് തന്നെയാണ്. അതൊരിക്കലും ഒരു ആവശ്യമില്ലാത്ത പല വീഡിയോസിലൊക്കെ കാണാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ ട്രിഗണോമെട്രി പഠിച്ച് സൈനും കോസും എന്തിനാണ് പഠിക്കുന്നത്? ആക്ച്വലി അയാൾ ഈ പറയുന്ന മൈക്കിന്റെ ഉള്ളിൽ പോലും ഇതിന്റെ, അല്ലെങ്കിൽ അയാൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ പോലും ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഒരു ബോധം പേരില്ലാത്ത ആൾക്കാരാണ് പറയാം. ഞാൻ ആക്ച്വലി ഷിബ്ലി സാറിനോട് സാർ എക്സാം എഴുതുന്ന സമയത്താണെങ്കിൽ നമ്മളാണ് എക്സാം എഴുതുമായിരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അതിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്കിതുപോലെ പ്രതീക്ഷിക്കാത്ത പോലെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ പിടിക്കുന്ന ഒരു ഇമോഷൻ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൗ വിൽ യു മാനേജ് ഇറ്റ് എന്നുള്ളതാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ചലഞ്ച് ഉണ്ടാവും. ബേസിക്കലി ഫസ്റ്റ് ബയോളജി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചലഞ്ച് ആയിട്ട് അത് പറഞ്ഞില്ല തോന്നുന്നത് വെച്ചാൽ ബോട്ടണി സെക്ഷൻ എ സെക്ഷൻ ബി ആയിട്ട് ബോട്ടണി വേറെ സോളജി വേറെ ഉണ്ടാവില്ല. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് തിങ് രണ്ടും മിക്സ് ആയിട്ടാവും. ബോട്ടണി ഉണ്ട്, സോളജി ഇത് കുട്ടിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് എലമെന്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യന്റെ മോഡ് മാറി ഓർഡറിൽ ആക്കാനുള്ള ചോദ്യങ്ങൾ വന്ന്, പിന്നെ ചില ചോദ്യങ്ങൾ സ്പെസിഫിക്കലി ഇപ്പൊ ഒരു മൊത്തത്തിൽ നമ്മളിപ്പോ ഒരു ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പിള്ളേരോട് ഒരു 89 ഒരു 1-2 ക്വസ്റ്റ്യൻ പോയാലും കുഴപ്പമില്ല എന്ന് പറയാം. ഇവിടെ ആൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് നല്ല കൺഫ്യൂഷനുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഔട്ട് ഓഫ് 90 ഒരു 84 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി 6 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിക്കാനുള്ള പോസിബിലിറ്റി ആണ്. പിന്നെ ഇപ്പൊ ഈ ബയോളജി നമ്മൾ സേവ് ചെയ്യുക, ബയോളജിയുടെ ടൈം സേവ് ചെയ്യുക, എന്നിട്ട് കെമിസ്ട്രി ഫിസിക്സ് എന്നുള്ള ഓർഡറിൽ പോകുന്ന കുട്ടിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ, അപ്പൊ ഞാനിങ്ങനെ പറയാം, നമ്മളാണ് സാറാണ് എക്സാം എഴുതാൻ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക, ആ ഒരു സമയത്ത് വരുന്ന ഒരു മാനസികാവസ്ഥ എന്തായാലും ടെൻഷനായിരിക്കും. നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇനി എത്ര മാർക്ക് കിട്ടുമായിരിക്കും, ആ വിത്ത ടെൻഷൻ നിങ്ങൾ വലിയൊരു ചോദ്യമാണ്. എത്ര മാർക്ക് എന്ന് പറയുന്നതിനേക്കാൾ എന്തായാലും നമ്മൾ ആ ഒരു മെന്റൽ ഗെയിം ആണല്ലോ ബേസിക്കലി. ഇതിലിപ്പം ഇതെല്ലാം വട്ടട്ട് ഇങ്ങനെ പോയിരിക്കും. പിന്നെ തിരിച്ചൊരു സൈക്കിള് ബയോളജിയിൽ തന്നെ പല കുട്ടികൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ഫിസിക്സിൽ അവിടെ ട്രാപ്പായി. സാധാരണ ഇതിൽ വരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം നല്ല ടൈറ്റ്നസ് ഫീൽ ചെയ്യാറുണ്ട്. 2022 ബയോളജി ആയിരുന്നു, ആ ബയോളജിയിൽ അത്യാവശ്യം നല്ല ടൈറ്റായി. ഫിസിക്സ് എത്തിയപ്പോൾ ഫിസിക്സ് ടൈറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്
ആക്ച്വലി ടൈറ്റ് എന്ന് പറയുമ്പം ഒരു പൊടിക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു 10-20 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ന്യൂമറിക്കലിനെ എന്ത് ചെയ്യാൻ പറ്റും, അതെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അങ്ങനെ വന്നത്, ആകെ ഒന്നങ്ങനെ വന്നത്. അത് ഒന്ന് തന്നെ ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരു ചെറിയ പ്രോബ്ലം ചെയ്യണം, എന്നിട്ടാണ് ആ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ 2 തരത്തിലുണ്ടല്ലോ, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ന്യൂമറിക്കൽ ചെയ്തിട്ട് അതിന്റെ ആൻസറിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്നതുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിലും അതാണ് ചെറിയൊരു ന്യൂമറിക്കൽ, അത് വലുതെന്ന് പറയാനില്ല. എന്നാൽ പോലും ഈ പറയുന്ന ഒരു ആക്ഷേപം കൂടിയാണ് NTA എക്സാമിനെതിരെ കുട്ടികളുടെ കമന്റ് ബോക്സിലും സാധനങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത്രയധികം ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്കുണ്ടായ മെന്റൽ ട്രോമ എന്നാണ് കുട്ടികൾ പറയുന്നത്. ഷിബ്ലി സാറിനോട് ചോദിച്ചാൽ തന്നെ ശരിക്കും ഈ ട്രോമയൊക്കെ മാനേജ് ചെയ്യാൻ കുട്ടികൾ ബാധ്യസ്ഥരാണോ, അതോ ഈ ട്രോമ വരുത്താതിരിക്കാൻ NTA ബാധ്യസ്ഥരാണോ? അതായത് നമുക്ക് ഇതിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് NTA അലോട്ടഡ് ടൈം 1 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിലെ പല ക്വസ്റ്റ്യനും 1 മിനിറ്റ് തീരില്ല. ഇപ്പൊ കെമിസ്ട്രിന്റെ പേപ്പറിൽ ഇപ്പൊ ഈ 2025 പേപ്പറിലുണ്ട് ഹീലിയത്തിന്റെ എനർജി കാണണം, ഹീലിയത്തിന്റെ റേഡിയസ് കാണണം. അതേ ക്വസ്റ്റ്യനിൽ തന്നെ ലിഥിയത്തിന്റെ എനർജിയും കാണണം, ലിഥിയത്തിന്റെ റേഡിയസും കാണണം. 1 മിനിറ്റിൽ ആക്ച്വലി കുട്ടി ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻ. അത് ന്യൂമറിക്കലാണ്. ആ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ചെയ്തിട്ട് കുട്ടി സ്റ്റേറ്റ്മെന്റ് അല്ല, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ 72 ക്വസ്റ്റ്യൻ നമ്പർ 72 നോക്കി നിങ്ങൾ കാണും ഹീലിയത്തിന്റെ എനർജി ചോദിക്കുന്നുണ്ട്, അതിന്റെ റേഡിയസ് ഉണ്ട്. അതിൽ തന്നെ ലിഥിയത്തിന്റെ എനർജി ചോദിക്കുന്നുണ്ട്, റേഡിയസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ 4 ഡാറ്റ കുട്ടി ഇത് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്സിലും മറ്റേ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഫിസിക്സിൽ കുട്ടി പഠിക്കുന്ന അതേ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്ന് വേറെ ഷെല്ലിലേക്ക് ജമ്പ് ചെയ്താൽ എത്ര വേവ് ലെങ്ത് വേണം, അങ്ങനത്തെ 2 ജമ്പ് കൊടുത്തിട്ട് അത് വേവ് ലെങ്ത്തിന്റെ റേഷ്യോ ചോദിക്കും. ആക്ച്വലി അവിടെ 2 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര സ്ട്രൈറ്റ് ആണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇത് NTA ആണോ ഇങ്ങനെ ഒരു ട്രോമ വരുത്താതിരിക്കാൻ റെസ്പോൺസിബിൾ, അതോ ഇങ്ങനെ ഒരു ട്രോമ വന്നാൽ മാനേജ് ചെയ്യൽ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആണോ എന്നുള്ളതാണ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നതിൽ പറഞ്ഞാൽ 50-50 ഞാൻ പറയാം. നമ്മളത് കുറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോകണം, അതിനെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ചെറിയൊരു ലിങ്ക്, അതായത് എന്താ വെച്ചാൽ എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നില്ല, ഇതിനൊരു ഓവറോൾ ടഫ്നെസ് ഒക്കെ കുറച്ച് കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറെ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ മുമ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലാണ് എക്സാം ഹാളിൽ കയറുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നത്. അതെ, പ്രത്യേകിച്ചും കുറെ കുട്ടികൾ ലാസ്റ്റത്തെ 1 വീക്കില് ലാസ്റ്റ് 4 വർഷം ചെയ്ത കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും, ഉറപ്പായിട്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് സാധാരണ അവര് ഈ ടൈം മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യല് ബയോളജി ആയിരുന്നു. ബയോളജി വേഗം അങ്ങ് ചെയ്ത് അതിന് കിട്ടുന്ന സമയം കെമിസ്ട്രിയും ഫിസിക്സിലേക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന ഒരു കാൽക്കുലേഷനാണ് മെജോറിറ്റിന്റെ കയ്യിലുള്ളത്. അതുപോലെ അത് പാളിപ്പോയി. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ ചോദ്യം ആംപ്ലിഫൈസ് DNA ഫോളോയിങ് ദി ഇക്വേഷൻ എന്നാണ്. അതിൽ 2:n ആണ് ഉത്തരം വരുന്നത്. ഇത് NCERT ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ PCR DNA കണ്ടന്റ് കൂട്ടുന്ന ഒരു പരിപാടിയാണ്. അതിൽ 30 സൈക്കിൾസ് ചെയ്താൽ 1 ബില്യൺ ടൈംസ് ആവുന്നുണ്ടെന്ന് NCERT പറയുന്നുണ്ട്. ആ ഒരു ഡാറ്റ മാത്രമേ NCERT-ലുള്ളൂ. 2:n ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ ആയിരുന്നു ആക്ച്വലി. ഇതിനകത്തുണ്ടോ ഇത് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് 1-ന്റെ ഉള്ളിൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് 2-ല് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനെങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി 8 സ്റ്റേറ്റ്മെന്റ് വായിക്കണം. ഒരു എളുപ്പമുള്ള കാര്യം എന്തായിരുന്നു വെച്ചാൽ ഇതാ. പിന്നെ ഇതിനകത്ത് ഈ ലാസ്റ്റിൽ നമ്മളുടെ ഒരു ഇക്കോ R1-ന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ല, ഇതൊരു നമ്മുടെ ബയോടെക്നോളജി എന്നുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റൻ അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു പടം തന്നിട്ട് ഇതിനകത്ത് ഇവിടെ ഒരു ജീൻ വെച്ചാൽ എന്ത് സംഭവിക്കുന്നു, വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ അതിന്റെ മേളിൽ തന്നിട്ടുള്ള ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, ഇത് വെറുതെ തന്നതാ, ചുമ്മാ തരിക ഒരു ആവശ്യമില്ലാത്തൊരു ഡേറ്റ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ പോയി ഇങ്ങനെ കിട്ടി, അത് ഇങ്ങനെ ഇങ്ങോട്ടും ആയിട്ട് അവസാനം ചോദിക്കണം അതെന്തായിരുന്നു. ശരിക്കും ആ ലാസ്റ്റിലത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ടെങ്കിലും അതാണ് അതിന്റെ ആൻസർ എഴുതാനുള്ള സാധനം. പക്ഷെ ഇത് എക്സാമിൽ കുട്ടി വായിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ എന്താന്ന് വെച്ചാല് കുറെ ടൈം കൺഫ്യൂഷൻ ഉള്ള സാധനങ്ങൾ. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കഥ ചൊല്ലട്ടുമോന്ന് പറയാം. ഓരോ സാധനങ്ങളല്ലേ ഞാനിങ്ങനെ പറയണേ. ഇത് NCERT കുട്ടികൾ എത്ര കീനായിട്ട് വായിക്കണം എന്നുള്ളത് കാണിക്കാനുള്ള സാധനമാണ്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടുള്ള ഒരു പടം ഉണ്ട്. ഇത് സാധനങ്ങളാണ്. ഈ ഡയഗ്രത്തിനകത്ത് എക്സ്ക്രീഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞ ഡയഗ്രത്തിനകത്ത് പറഞ്ഞാൽ ഒരൊറ്റ പാർട്ടിൻ്റെ ഉള്ളിൽ കുറെ ആരോസാണ്. കുറച്ച് NaCl അങ്ങോട്ട് പോകുന്നു, കുറച്ച് അമോണിയ ഇങ്ങോട്ട് വരുന്നു, കുറച്ച് വെള്ളം അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നതാണ്. ഈ പടം കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഓരോ ആരോയുടെ ഡയറക്ഷനും ഓരോ ആരോന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ള കാര്യം ഇതിനകത്ത് ഓപ്ഷൻസ് വരെ വളരെ ക്ലോസ് ആണ്.
അതായത് ബാക്കി 3 ഓപ്ഷൻ നല്ല മണ്ടത്തരം എന്ന് പറയാനില്ല, ബാക്കി 3 ഓപ്ഷനിലും പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് അങ്ങനെ NCERT-നെ പറ്റിയിട്ട് അത്രയും കീൻ നോളജ്. ഇതാണ് ബയോളജി പേപ്പറിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയറക്റ്റ് കാണാപ്പാടം പഠിച്ചെഴുതേണ്ട ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. NCERT-ന്റെ ഉള്ളിൽ നീ പറഞ്ഞ പോലെ തന്നെ നേരെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കോപ്പി പേസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൺസെപ്റ്റൽ സാധനങ്ങളുണ്ട്, ഈ ഓർഡർ ആക്കുക, ലൈഫ് സൈക്കിൾ അറേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ 3 തരം കുട്ടികളുള്ളത്. ഒന്ന് ഫാക്ച്വൽ പഠിക്കാൻ ഉസ്താദുമാരുണ്ടാവും, കൺസെപ്റ്റൽ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, NCERT അടിപൊളിയായിട്ട്. ഇത് 3ഉം കൂടി അറിയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ആർക്കെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും. സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഒരു ചോദ്യം വന്നിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള രീതിയിൽ NCERT പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു, പിന്നെ ക്രോമസോം സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പിൻഡിൽ ഫൈബറിന്റെ ഫംഗ്ഷൻ ഈ സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഡയറക്റ്റ് NCERT പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോസർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. അതായത് സാധാരണഗതിയിൽ നീറ്റിന് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പുള്ള ഓപ്ഷൻസ് ആയിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത്. ഫിസിക്സിന് അപ്രോക്സിമേഷൻ സുഖമായിട്ട് പറ്റുമായിരുന്നു. 9.8 ഒക്കെ 10 സുഖമായിട്ട് പറ്റുന്നതാണ്. ഇപ്രാവശ്യം നമ്മുടെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിന്റെ ഒരു ക്വസ്റ്റ്യനിൽ ഇവർ കൊടുത്ത ഓപ്ഷൻസ് 0.144, 0.116, 0.156, 0.125 ആണ്. അതേപോലെ കെമിസ്ട്രിയിൽ ഞാനൊരു ക്വസ്റ്റ്യന്റെ 52 എന്റെ കയ്യിലുള്ള പേപ്പറിന്റെ 52 ആൻസറിൽ 0.225 ആണ്, അതാണ് ആൻസർ. വേറൊരു ഓപ്ഷൻ 0.215, 0.225 ഉണ്ട്, 0.215 ഉണ്ട്. ക്ലോസ്ലി റിലേറ്റഡ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താലേ കിട്ടും. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ബയോളജിയുടെ ഇതൊരു ആക്ഷേപ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ആനന്ദ് സാറ് പറയണ്ടായിരുന്നു, ഇത് ആര് കേസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്ത് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റൻ. അത് ഡിഗ്രിയുടെ ക്വസ്റ്റൻ. ഇത് ആക്ച്വലി പ്രശ്നം എന്താ വെച്ചാലുണ്ടല്ലോ, ഇതിന് 2 ആൻസർ പോസിബിൾ ആണ്. നമ്മൾ തിയററ്റിക്കലി വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഒരാൾ വാദിക്കുകയാണ്, മറ്റേ സൈഡിൽ മറ്റാൾ വാദിക്കുകയാണെങ്കിൽ 2 ആളുടെയും വാദം ശരിയാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ എക്സാം ഇപ്പോൾ പുറത്തിരുന്ന് ന്യായീകരിക്കാൻ എളുപ്പമാണ്. നമ്മൾ പറയില്ലേ കളിക്കളത്തിന് പുറത്തിറങ്ങിയിരുന്ന് ഡയലോഗ് അടിക്കാൻ എളുപ്പമാണെന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടി, നല്ല പഠിച്ച കുട്ടിയാണെന്ന് വിചാരിച്ചോ, ആ കുട്ടി ആദ്യം ഒരു പോസിബിലിറ്റി വെച്ച് ചെയ്തൊരു ഉത്തരം കിട്ടി. പിന്നെ ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി മറ്റേ പോസിബിലിറ്റിയും കൂടി ഇട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടി. അപ്പോൾ കുട്ടി കൺഫ്യൂഷനായി, ഇതിലേതാണ്, ഇത് എടുക്കണോ വേണ്ടോ. ഇനിയിപ്പോൾ അഥവാ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ഉത്തരം കൊടുത്താലും ആ കുട്ടിക്ക് എക്സാം ഹാളിൽ ഒരു 3 മിനിറ്റ് കളഞ്ഞിട്ടുണ്ട്. അത് ടൈം ലോസ് അവിടെ പോയില്ലേ. ആ ടൈമിൽ വേറൊരു ചോദ്യം ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈക്ക് ഇതുപോലെ ചില ക്വസ്റ്റ്യൻസിന്റെ നമുക്ക് കണ്ടറിയേണ്ടി വരും. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ളതാണ്. ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നീറ്റ് 2025 എല്ലാവർക്കും വലിയൊരു പാടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും മുൻവിധി ഉണ്ടായിരുന്നു, നീറ്റ് എക്സാം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ മാത്രമേ വരുള്ളൂ എന്നുള്ളൊരു മുൻവിധി ഉണ്ടായിരുന്നു. ആ മുൻവിധിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അടുത്ത വർഷം ഇതേ ടഫ്നെസ് വരികയാണെങ്കിൽ പോലും നമ്മളിത് എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു മുൻവിധി ഇല്ലാതെ വളരെ ബേസ് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കി നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും കാണുന്നുണ്ടാവും. ബൈ ബൈ.